കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. BSc-M-ലെയും അതുപോലെ BSc മാത്തമാറ്റിക്സിലെയും BMTC 132 എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന പേപ്പറിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള PYQE അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. സോ ജൂൺ 2022 മുതൽ ഡിസംബർ 2025 വരെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 5 ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ആൻഡ് എക്സാം റെഡി പ്ലേ ബുക്ക് ആണ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ SLM-ലുള്ള യൂണിറ്റ് ബേസ്ഡും അതുപോലെ ടയേഴ്സിനനുസരിച്ചുള്ള റാങ്ക് കൊടുത്തിട്ടുള്ള ടോപ്പിക്സുകളുമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2026 ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സിന്റെ പാറ്റേൺസും കൂടി നോക്കിയിട്ട് പാസ്റ്റ് 4 ഇയേഴ്സിന്റെ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതിലൂടെ നിങ്ങളുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനും അതുപോലെ ഹൈ ഈൽഡ് സിലബസ് മാപ്പും ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 2 ഫുൾ ആയിട്ടുള്ള പ്രഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സും തന്നിട്ടുണ്ട്. അതുപോലെ ഒരു സ്ട്രക്ചേർഡ് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എക്സാമിന് മുന്നായിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത ലേണേഴ്സും ഉണ്ടാവും, അതുപോലെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു ഗൈഡ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ കാമായിട്ടും ഫോക്കസ് ആയിട്ടും എക്സാമിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ടു യൂസ് ദിസ് ഡെക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. കറന്റ് പ്രിപ്പറേഷൻ ലെവല് ചൂസ് ചെയ്തിട്ടുള്ള പല ലേണേഴ്സിന്റെയും പാത്ത് വേസ് ഡിഫറെന്റ് ആയിരിക്കും. സോ അങ്ങനെയുള്ളവര് ഏതൊക്കെയാണ് പാത്തുകൾ ചൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ പാത്ത് 1 ദ 7 ഡേ സ്പ്രിന്റ് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ലേണേഴ്സ് ഉണ്ടാവും. എക്സാമിന് മുന്നായിട്ട് ലിമിറ്റഡ് പ്രിപ്പറേഷൻ ടൈം മാത്രമുള്ളവര്, അങ്ങനെയുള്ളവര് ഡേ 1 to 2 പ്ലാൻ ചെയ്യേണ്ട എങ്ങനെയാണെന്നാണ് പറയുന്നത്. മാസ്റ്റർ യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 12 സെലക്ട് ചെയ്യുക. അതിലെ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്, യൂലേഴ്സ് ഇക്വേഷൻ ഇതൊക്കെ പഠിക്കുക. അതുപോലെ യൂണിറ്റ് 11 മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് പഠിക്കുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു 15 to 20 മാർക്സ് എവരി പേപ്പറിനും കിട്ടുന്നുണ്ടാവും. അതുപോലെ പാർട്ട് 2 സെലക്ട് ചെയ്ത ലേണേഴ്സ് ഉണ്ടാവും. 21 ഡേ സ്ട്രാറ്റജിക് പ്ലാൻ ഉള്ളവര്, അതായത് അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് മാക്സിമൈസ് മാർക്കും കൂടി വേണമെന്നുള്ളവര്, അങ്ങനെയുള്ളവര് ഒരു ആഴ്ച കൊണ്ട്, അതായത് ഡേ 1 to 7 നിങ്ങളുടെ 3 സ്റ്റാർ ടയർ യൂണിറ്റ്സുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതായത് യൂണിറ്റ് 2, 7, 11, 12, 14, 15 ആൻഡ് 70 യൂണിറ്റ്സുകൾ. അതുപോലെ ഇതിൽ നിന്ന് ഒരു 5 PYQs ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓരോ യൂണിറ്റ്സിൽ നിന്നും. ഇനി നെക്സ്റ്റ് പാർട്ട് 3 ദ 45 ഡേ മാസ്റ്ററി പ്ലാൻ ഉള്ള, അതായത് ഡിസ്റ്റിങ്ഷൻ എയിം ചെയ്തിട്ടുള്ള ലേണേഴ്സ് ഉണ്ടാവും. 75 മാർക്സ് എബോവ് എയിം ചെയ്തിരിക്കുന്ന ലേണേഴ്സ്, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുവൽ ഡെപ്ത് ഒക്കെ ആവശ്യമാണ്. അവർ ചെയ്യേണ്ടത് ഡേ 1 to 15 ചെയ്യേണ്ടത് SLM-ലെ ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ത്രൂ ഔട്ട്ലി റീഡ് ചെയ്യുക ആൻഡ് അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ എക്സസൈസുകളും കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ ജൂൺ 2022 ആൻഡ് ജൂൺ 2023 പേപ്പേഴ്സ് എല്ലാം സോൾവ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് BMTC 132 എക്സാം പാറ്റേണും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറും എങ്ങനെയാണ് തന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. സോ 100 മാർക്കിനാണ് നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. 3 hours ഡ്യൂറേഷൻ വരുന്നുണ്ട്. 8 to 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. അതിൽ തന്നെ 10 to 15 മാർക്സ് ആണ് പെർ ക്വസ്റ്റ്യൻസിന് വരാറുള്ളത്. സോ സെക്ഷൻ എയില് നിങ്ങൾക്ക് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ജസ്റ്റിഫിക്കേഷൻ കൊടുത്ത് എഴുതണം. എല്ലാ പേപ്പേഴ്സിലും വരുന്നതാണ്. ടിപ്പിക്കലി 10 to or 20 മാർക്സ് ആണ് ഈ ഒരു ഏരിയയിൽ വരാറുള്ളത്. മോസ്റ്റ് റിലയബിൾ സ്കോറിംഗ് സെക്ഷൻ ആണിത്. സോ കറക്റ്റ് ആയിട്ട് തന്നെ ഓരോ സ്റ്റേറ്റ്മെന്റ്സും വായിച്ചു പഠിക്കുക. നെക്സ്റ്റ് അതിൽ തന്നെ നമ്മുടെ എല്ലാ സിംഗിൾ 2022 മുതലുള്ള
ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഏരിയയാണ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് പ്രോബ്ലം എന്നുള്ളത്. ടിപ്പിക്കലി യൂണിറ്റ് 12 നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഏരിയ എന്തായാലും കവർ ചെയ്ത് പോവാം. അതുപോലെ ലാസ്റ്റ് 5 പേപ്പേഴ്സിൽ 5 ടൈംസ് നമ്മൾ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ് ചാർപിറ്റ്സ് മെത്തേഡും അതുപോലെ ലഗ്രാഞ്ച് മെത്തേഡ് എന്നുള്ളതും. ഇതൊരു 5 to 10 മാർക്സിന് വരാവുന്ന ഒരു ഗ്യാരണ്ടീഡ് PDE ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതെന്തായാലും കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു എക്സാം പേപ്പർ ബ്ലൂ പ്രിന്റ് ആണ്. എക്സാം പേപ്പർ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇതിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം മോസ്റ്റ് 30% വന്നിട്ടുള്ളത് ODE മെത്തേഡ്സിൽ നിന്നാണ്, വേരിയേഷൻ ഓർ അൺഡിറ്റർമൈൻഡ് യൂളർ എന്നുള്ളതിൽ നിന്നും. അതുപോലെ PDE മെത്തേഡ്സ് 25% ചോദിച്ചിട്ടുണ്ട്, അതായത് ചാർപിറ്റ്സ്, ലഗ്രാഞ്ചിയസ്, ടോട്ടൽ ഡിഫറൻസിയേഷൻ എന്നുള്ള ഏരിയയിൽ നിന്ന്. അതുപോലെ 20% വന്നിട്ടുള്ളത് ട്രൂ ഓർ ഫാൾസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള ഏരിയയിൽ നിന്നാണ് 20% വന്നിട്ടുള്ളത്. ആൻഡ് 50% വന്നിട്ടുള്ള മൾട്ടി വേരിയബിൾ ലിമിറ്റ്സ് ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നുള്ളതിൽ നിന്നും. അതുപോലെ 10% ചോദിച്ചിട്ടുള്ളത് അപ്ലിക്കേഷൻസ്, പോപ്പുലേഷൻ, കൂളിംഗ്, മോഷൻ എന്നുള്ള ഒരു ഏരിയയിൽ നിന്നുമാണ്. നെക്സ്റ്റ് ഹൈ ഈൽഡ് സിലബസ് മാപ്പിംഗ് ആണ്. എക്സാം ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എങ്ങനെയാണ് യൂണിറ്റ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നാണ് പറയുന്നത്. സോ അതിലൊരു ടയർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. 3 സ്റ്റാർ കൊടുത്തിട്ടുള്ളത് ഹൈ ഈൽഡ് ഏരിയ ആണ്. ഓൾമോസ്റ്റ് എവറി സെഷനിൽ അപ്പിയർ ചെയ്യുന്ന ഒരു ഏരിയ, പാസ് മാർക്കിന് ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി 2 സ്റ്റാർ വരുന്നത് മീഡിയം ഈൽഡ് ഏരിയ, ഫ്രീക്വൻലി അപ്പിയർ ചെയ്യുന്നതാണ്, സ്കോറിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ 1 സ്റ്റാർ കൊടുത്തിട്ടുള്ളതാണ് ലോ ഈൽഡ് ഏരിയ, ഒക്കേഷണലി അപ്പിയർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്, കോംപ്രിഹെൻസീവ് കവറേജിന് വളരെ നല്ലതാണ്. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ബ്ലോക്സുകളും യൂണിറ്റുകളും, അതിലെ യൂണിറ്റ് ടൈറ്റിൽസും അതുപോലെ അതിന്റെ ഫ്രീക്വൻസിയും അതിന്റെ ടയർ സിസ്റ്റംസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഓരോ ബ്ലോക്കുകളുടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ നമുക്ക് നോക്കാം. ഇതിൽ തന്നെ യൂണിറ്റ് 2 ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി, ആൻഡ് യൂണിറ്റ് 3 ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, യൂണിറ്റ് 4 ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, യൂണിറ്റ് 5 ചെയിൻ റൂൾ ആൻഡ് ഹോമോജീനിയസ് ഫംഗ്ഷൻ, ആൻഡ് യൂണിറ്റ് 7 സോൾവിംഗ് ഫസ്റ്റ് ഓർഡർ ആൻഡ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ, യൂണിറ്റ് 8 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതെല്ലാം 3 സ്റ്റാർ ടയർ സിസ്റ്റത്തിൽ വരുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. 7 ടൈംസ് ഓർ 6 ടൈംസ് ഓർ 5 ടൈംസ് ഫ്രീക്വൻസിയിൽ വന്നിട്ടുള്ള യൂണിറ്റുകളാണ്, ഇമ്പോർട്ടന്റ് ആണ്, കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഇനി 2 ടയർ സിസ്റ്റത്തില് മീഡിയം ഈൽഡിൽ വരുന്ന യൂണിറ്റുകളാണ് യൂണിറ്റ് 1 ആർ സ്ക്വയർ ആൻഡ് ആർ ക്യൂബ്, അതുപോലെ യൂണിറ്റ് 6 ഇൻട്രൊഡ്യൂസിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആൻഡ് അതുപോലെ തന്നെ യൂണിറ്റ് 9 ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ് ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റുകളാണ് യൂണിറ്റ് 11 മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ്, യൂണിറ്റ് 12 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് വേരിയബിൾ കോഎഫിഷ്യൻസ്, യൂണിറ്റ് 14 സൈമുൾട്ടേനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, യൂണിറ്റ് 15 ടോട്ടൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആൻഡ് യൂണിറ്റ് 17 ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ഇമ്പോർട്ടന്റ് യൂണിറ്റുകൾ. ഇനി മീഡിയം ഈൽഡിൽ വരുന്ന യൂണിറ്റുകളാണ് യൂണിറ്റ് 10 ഹയർ ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് യൂണിറ്റ് 16 ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ളത്. ഇനി ലോ ഈൽഡിൽ വരുന്ന കോംപ്രിഹെൻസീവ് കവറേജിന് വളരെ നല്ലതായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 13 മെത്തേഡ് ഓഫ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത്. സോ ഓരോ യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ആണ്. ഹൈ ഈൽഡ് സിലബസ് മാപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹീറ്റ് മാപ്പ് കൊടുത്തിട്ടുള്ളത് ഓരോ PYQയുടെയും യൂണിറ്റിന്റെയും ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ്. സോ ഇതില് ഹൈ ഈൽഡില് റെഡ് ഓർ ഡാർക്ക് ഓറഞ്ചിൽ കൊടുത്തുള്ള യൂണിറ്റുകളാണ് യൂണിറ്റ് 2, 3, 4, 5, 7, 8 ആൻഡ് 11, 12, 14, 15, 17 എന്നുള്ളത്. ഇനി മീഡിയം ഈൽഡിൽ വന്നിട്ടുള്ള യെല്ലോ ഓർ ഗോൾഡ് കളറിൽ കൊടുത്തിട്ടുള്ളവയാണ് യൂണിറ്റ് 1, 6, 9, 10, 16 എന്നുള്ള യൂണിറ്റുകള്. യൂണിറ്റ് 13 ആണ് നമ്മുടെ ലോ ഈൽഡിൽ വരുന്ന ഒരു യൂണിറ്റ് ഉള്ളത്. ഇനി കൊടുത്തിട്ടുള്ളത് യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ആണ്. ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സുകളാണ് കൊടുത്തിട്ടുള്ളത്. സോ 8 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള 8 ടൈംസ് ഫ്രീക്വൻസി വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആൻഡ് യൂളർ ഇക്വേഷൻ എന്നുള്ള യൂണിറ്റ് 12ലെ ഒരു ടോപ്പിക്. അതുപോലെ 7 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി വന്നിട്ടുള്ള ടോപ്പിക്സുകളാണ് യൂണിറ്റ് 7ലെ എക്സാക്ട് ഇക്വേഷൻസ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് എന്നുള്ളതും, യൂണിറ്റ് 17ലെ ചാർപിറ്റ്സ് ആൻഡ് ലഗ്രാഞ്ചസ് PDE മെത്തേഡ്സ് എന്നുള്ളതും. ഇനി 6 ഫ്രീക്വൻസി വരുന്ന ടോപ്പിക്സുകളാണ് യൂണിറ്റ് 14ലെ സൈമുൾട്ടേനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ളതും, യൂണിറ്റ് 2ലെ ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി അറ്റ് ഒറിജിൻ എന്നുള്ള യൂണിറ്റുകളും. നെക്സ്റ്റ് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കാം. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്.
ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. സോ ആർ സ്ക്വയർ ആൻഡ് ആർ ക്യൂബ് എന്നുള്ള ഏരിയയിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് കോസ് ആൽഫ, കോസ് ബീറ്റ ആൻഡ് കോസ് ഗാമ ആർ ദ ഡിറക്ഷൻ കൊസൈൻസ് ഓഫ് യുവർ ലൈൻ, പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ ഈക്വൽ ടു 2 എന്നുള്ള ഒരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ രണ്ട് ലൈനിന്റെ ഇക്വേഷൻസ് പാസിംഗ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. 1 2 3യും 0 1 -1ഉം. സോ ഇക്വേഷൻ ലൈൻ പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസിന്റെയും ഒക്കെ നിങ്ങൾക്ക് ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും അതുപോലെ സ്കോറിംഗ് ഫ്രെയിം വർക്ക്സും ലേൺ ബൈ സാപ്പിലെ PYQA ബുക്ക്ലെറ്റ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് റെഫർ ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ലിമിറ്റ് xy ടെൻസ് ടു 0 0 x സ്ക്വയർ മൈനസ് y സ്ക്വയർ ബൈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ അലോങ്. ഫസ്റ്റ് വൺ y ഈക്വൽ ടു 3x, സെക്കൻഡ് വൺ y ഈക്വൽ ടു 5x. ആൻഡ് മറ്റ് ഒറിജിനിലെ ആ ലിമിറ്റിന്റെ കൺക്ലൂഷനും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അതിൽ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഷോ ദാറ്റ് ലിമിറ്റ് xy ടെൻസ് ടു 0 0 x കോസ് 1/y പ്ലസ് y കോസ് 1/x ഈക്വൽ ടു 0 എന്നുള്ളത് ഷോ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് സോൾവിംഗ് ഫസ്റ്റ് ഓർഡർ ആൻഡ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ചെയ്യാൻ 2x dy/dx പ്ലസ് y ഇൻറ്റു 6y സ്ക്വയർ മൈനസ് x മൈനസ് y 1 ഈക്വൽ ടു 0 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ dy/dx ഈക്വൽ ടു 2x പ്ലസ് y പ്ലസ് 1 ബൈ 4x പ്ലസ് 2y മൈനസ് 1 എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആൻഡ് യൂളർ ഇക്വേഷനിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആണ്. യൂസ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ടു സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് a സ്ക്വയർ y ഈക്വൽ ടു sec ax ആൻഡ് സോൾവ് ദ യൂളർ ഇക്വേഷൻ x സ്ക്വയർ y ഡബിൾ ഡാഷ് മൈനസ് 2xy ഡാഷ് മൈനസ് 4y ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 2 log x എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് f of xy ഇസ് കണ്ടിന്യൂസ് അറ്റ് 0 0 എന്നുള്ളത് ഷോ ചെയ്യണം. അതുപോലെ fxും fyയും അറ്റ് 0 0ൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്ന് എക്സാമിനും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇഫ് u ഈക്വൽ ടു x സ്ക്വയർ ടാൻ ഇൻവേഴ്സ് y ബൈ x മൈനസ് y സ്ക്വയർ ടാൻ ഇൻവേഴ്സ് x ബൈ y ഷോ ചെയ്യണം. d സ്ക്വയർ u ബൈ dx dy ഈക്വൽ ടു x സ്ക്വയർ മൈനസ് y സ്ക്വയർ ബൈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്നുള്ളത് ഷോ ചെയ്യാനും കൂടി ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചെയിൻ റൂൾ ആൻഡ് ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് വന്നിട്ടുള്ളതാണ്. സ്റ്റേറ്റ് യൂളേഴ്സ് തിയറം ഫോർ ഹോമോജീനിയസ് ഫംഗ്ഷൻസ് ആൻഡ് വെരിഫൈ ഇറ്റ് ഫോർ u ഈക്വൽ ടു x ക്യൂബ് പ്ലസ് y ക്യൂബ് ബൈ x പ്ലസ് y എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഡിറ്റർമൈൻ ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് 1 പ്ലസ് y ഡാഷ് ഹോൾ സ്ക്വയർ റൈസ് ടു 3/2 ഈക്വൽ ടു y ഡബിൾ ഡാഷ് ക്ലാസിഫൈയിങ് ആസ് ലീനിയർ ഓർ നോൺ ലീനിയർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ അപ്ലിക്കേഷൻസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഗ്രോസ് അറ്റ് എ റേറ്റ് proportional to the population. Initial population 500 increases by 15% in 10 years. Find the population after 13 years എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇനി ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ് ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫോം x സ്ക്വയർ ഓഫ് y മൈനസ് px ഈക്വൽ ടു y p സ്ക്വയർ ടു ക്ലെയറോഡിസ് ഫോം ആൻഡ് ഫൈൻഡ് ജനറൽ ആൻഡ് സിംഗുലർ സൊല്യൂഷൻസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസേഴ്സ് നിങ്ങൾക്ക് PYQA ബുക്ക്ലെറ്റ്സിൽ അവൈലബിൾ ആണ്. അത് റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് പ്രാക്റ്റീവ് പ്രഡിക്റ്റീവ് സെറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതില് രണ്ട് ഫുൾ മോക്ക് പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ വർക്ക്ഡ് ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് പ്രാക്ടീസ് സെറ്റ് ചെയ്യാൻ നോക്കാം. ഹൈ പ്രോബബിലിറ്റി പേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. 3 hours ടൈം ഉണ്ട്. അതിൽ 5 അറ്റംപ്റ്റ് ചെയ്യുക. 20 മാർക്സ് ഈച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ എയില് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റിഫിക്കേഷൻ കൂടി ആഡ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ആർ സ്ക്വയർ ഇസ് ഡിഫറൻഷ്യബിൾ. സെക്കൻഡ് വൺ ദ ഫംഗ്ഷൻ f of xy ഈക്വൽ ടു സൈൻ ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഹാസ് എ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് ഒറിജിൻ.
Third one, the differential equation x dy minus y dx equal to 0 is exact. Fourth one, y square is an integrating factor of 6xy dx plus 4y plus 9x square dy equal to 0. Fifth one, the 2xy square plus 2xy plus 2xz square plus 1 dx plus dy plus 2z dz equal to 0 is integrable. And sixth one, the general solution of d cube plus 2d square minus d minus 2 into y equal to 0 is c1 e raised to x plus c2 e raised to minus x plus c3 e raised to minus 2x. And seventh one, the PDE p square x plus q square y equal to z is linear. Eighth one, e raised to x and e raised to minus x are linearly dependent. Ninth one, direction cosine satisfy L plus m plus n equal to 1. Tenth one, the variation of parameters works only for non-homogeneous equations. So 10 questions ആണ് കൊടുത്തിട്ടുള്ളത്. ഈച്ച് 2 മാർക്സ് വീതമാണ്. ടോട്ടൽ 20 മാർക്സ് ആണ് വന്നിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ 2 സെക്ഷൻ ബി കമ്പൾസറി ഏരിയ ആണ്. Apply variation of parameters to solve y double dash plus 6y dash plus 9y equal to 1 by x cube e raised to minus 3x x greater than 0 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതുപോലെ a thermometer reading 75 degree Fahrenheit inside a house is placed outside where the air is 15 degree Fahrenheit. After 2 minutes, the thermometer reads 13 degree Fahrenheit. To find the t of t at any time t എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 ഫൈൻഡ് ദ ഇന്റഗ്രൽ സർഫസ് ഓഫ് ദ PDE കൊടുത്തിട്ടുണ്ട്. പാസിംഗ് ത്രൂ ദ സർക്കിൾ എന്നും കൊടുത്തിട്ടുണ്ട്. ഇന്റഗ്രൽ സർഫസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ 4 സോൾവ് ചെയ്യാനാണ്. എക്സ് സ്ക്വയർ വൈ മൈനസ് 2xy സ്ക്വയർ dx മൈനസ് എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ y dy ഈക്വൽ ടു 0 എന്നുള്ളത് സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഫിഫ്ത് ക്വസ്റ്റ്യൻ, using Chapit's method, find the complete integral of 2xz minus px square minus 2qxy plus pq equal to 0 എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് ക്വസ്റ്റ്യൻ 6 using undetermined coefficients, solve d cube plus 2d square minus d minus 2 into y equal to e raised to x plus x square എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് ക്വസ്റ്റ്യൻ 7, a particle falls from rest in a medium where resistance is lambda v square. Prove the distance fallen in time t is 1 by lambda in cos h of t root g lambda എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ 8, സോൾവ് d square plus 5d d dash plus 5d dash square z equal to x sin 3x minus 2y എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് 9th one, സോൾവ് dx by y square plus yz plus z square equal to dy by z square plus zx plus z square equal to dz by x square plus xy plus y square എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആൻഡ് നെക്സ്റ്റ് പ്രാക്ടീസ് സെറ്റ് ബി ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫാൾസിന്റെ 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കോസ് y dx plus x sin y dy equal to 0 is exact. ആൻഡ് ബി, limit xy tends to 0 0 xy square by x square plus y square equal to 0. C, y equal to c plus tan inverse x is a solution of dy by dx whole square equal to 1 plus y square. D, the PDE 2p square plus 2q square equal to 4 has degree 2. E, d square w by dx dy equal to d square w by dy dx for w equal to x plus 2y plus y z square എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ 2 സോൾവ് dy by dx equal to x square minus y square by 2xy എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ബി, യൂസ് ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് ടു സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു e raised to minus x എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് ക്വസ്റ്റ്യൻ 3, ഷോ e raised to 2x and e raised to 3x are linearly independent solutions. Find the general solution എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആൻഡ് ബി, സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ 4 ബൈ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആൻഡ് ബിയില് ഇന്റഗ്രബിൾ ആണോ അതിന്റെ ഇന്റഗ്രൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരിഫൈ ചെയ്യാനും കൂടി ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 ഇന്റഗ്രൽ കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് ചെയ്യാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് സെക്കൻഡ് വൺ, PDE ഫ്രം z ഈക്വൽ ടു c ഇൻറ്റു ടാൻ ഇൻവേഴ്സ് x square plus y square എന്ന് ഫോംന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ്. ആൻഡ് ക്വസ്റ്റ്യൻ 6
സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും അതുപോലെ സൈമിൾട്ടേനിയസ് സിസ്റ്റത്തിൽ സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 7 ഷോ ചെയ്യാനാണ് അറ്റ് 0 കണ്ടിന്യൂസ് ആണോ എന്നുള്ളത്, എഫ്.എക്സും എഫ്.വൈയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ബി പാർട്ടിൽ യൂസിങ് ലഗ്രാഞ്ചസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ 8 ദ ഫാമിലി എൻവലപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും അതുപോലെ dy/dx = y/x + y+1 എന്നുള്ളത് സോൾവ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ എല്ലാം ആൻസേഴ്സ് ഞങ്ങൾക്ക് PYQA ബുക്ക്ലെറ്റ്സ് ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. എക്സാമിന്റെ ആൻസേഴ്സ് സ്ട്രക്ചർ ആയിട്ട് ഹൈ ലെവൽ ഫ്രെയിംവർക്സിൽ എങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത്. സോ 20 മാർക്കിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 500 to 600 വേർഡ്സ് എയിം ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇൻട്രോയില് കീ കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുക, എന്തിനാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക, നിങ്ങളുടെ ആൻസറിന്റെ സ്കോപ്പ് സെറ്റ് ചെയ്ത് 2 to 3 സെന്റൻസിൽ എഴുതാൻ വേണ്ടി നോക്കുക. ഇനി ബോഡി പാർട്ടില് ഈച്ച് പോയിന്റ് ബ്രീഫ് എക്സ്പ്ലനേഷൻ വെച്ച് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ടോപ്പിക് സെന്റൻസസ് യൂസ് ചെയ്യുക. SLM എക്സാമ്പിൾസോ റിയലിസ്റ്റിക് സിനോറിയോസോ ഇൻക്ലൂഡ് ചെയ്തിട്ട് 4 to 6 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിൽ ബോഡി പാർട്ട് എഴുതാൻ വേണ്ടി നോക്കുക. ഇനി കൺക്ലൂഷനിൽ നിങ്ങളുടെ സിഗ്നിഫിക്കൻസ് റീഐട്രേറ്റ് ചെയ്യുക. മോഡൽ റെലവൻസിനനുസരിച്ച് ഇംപ്ലിക്കേഷൻസ് സ്റ്റേറ്റ് ചെയ്യുക. കോൺഫിഡന്റ്ലി ക്ലോസ് ചെയ്ത് 2 to 3 സെന്റൻസിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തിയറി ക്ലിയർലി ഹൂ വെൻ വാട്ട് എന്ന് ഡിഫൈൻ ചെയ്യുക. കോർ കമ്പോണൻസോ അല്ലെങ്കിൽ SLM ടെർമിനോളജി സ്റ്റേജസോ എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഫോർ മാനേജേഴ്സ് ഡിസ്കസ് ചെയ്യുക. ലിമിറ്റേഷൻസോ ക്രിറ്റിസിസത്തോ അഡ്രസ് ചെയ്യുക. ആൻഡ് റിലേറ്റഡ് തിയറീസോ മോഡേൺ പ്രാക്ടീസോ കണക്ട് ചെയ്ത് എഴുതാൻ വേണ്ടി നോക്കുക. ഇനി ഡിസ്കസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് അനാലിസിസിൽ എഴുതുക. പ്രസന്റ് മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ്സോ പ്രോസോ കോൺസോ ട്രേഡ് ഓഫ്സോ വെച്ചിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെപ്ത് ആൻഡ് ക്ലാരിറ്റി വെച്ചിട്ട് തന്നെ എഴുതുക. കമ്പോണൻസ് ബ്രേക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് അത് ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി നോക്കുക. ഇനി ഡിസ്കസ് ആൻസേഴ്സ് എക്സ്ട്രീം പൊസിഷനിൽ എടുക്കേണ്ടതില്ല, ട്രേഡ് ഓഫ്സ് വെച്ച് അക്നോളജ് ചെയ്താൽ മതിയാവും. ടൈം മാനേജ്മെന്റ് ഡ്യൂറിംഗ് ദ എക്സാം ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് 5 മിനിറ്റിൽ എല്ലാ ക്വസ്റ്റ്യൻസും കെയർഫുള്ളി വായിച്ചു നോക്കുക. മോസ്റ്റ് കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് അത് തന്നെ ഫസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് 30 മിനിറ്റ്സിൽ ഓരോ ആൻസേഴ്സും എഴുതി തുടങ്ങിയ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ എഴുതി പോവുക. ആൻസർ എഴുതിയതിനു ശേഷം 6 മിനിറ്റ് ഓരോ ആൻസേഴ്സിന്റെ ക്ലാരിറ്റി, മിസ്സിംഗ് വേർഡ്സ്, കറക്ഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 6 മിനിറ്റ്സ് ടൈം എടുക്കുക. ആൻഡ് ലാസ്റ്റ് 50 മിനിറ്റ്സ് എല്ലാ ആൻസേഴ്സും ഫൈനൽ റിവ്യൂ ചെയ്യുക. സ്മോൾ കറക്ഷൻസ് മാത്രം ചെയ്യുക, റീറൈറ്റ് ചെയ്യാതിരിക്കുക. അറിയാലോ, ക്വാണ്ടിറ്റി അല്ല പ്രധാനം, ക്വാളിറ്റി തന്നെയാണ്. ആ ഒരു രീതിയിൽ എഴുതാൻ വേണ്ടി നോക്കുക. ഇനി നിങ്ങൾക്ക് ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലേൺവൈസ് ആപ്പിൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് എ പ്രാക്ടീസ് സെറ്റ് ബി അവൈലബിൾ ആണ്. അതുപോലെ കംപ്ലീറ്റ് PYQA ബുക്ക്ലെറ്റ് വിത്ത് ഓൾ ആൻസർ ബ്ലൂ പ്രിന്റ്സ് അവൈലബിൾ ആണ്. ആൻഡ് എക്സാം സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ആൻസർ പ്രസന്റേഷനിലെ പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് അവൈലബിൾ ആണ്. അതുപോലെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക്സിന്റെ അഡീഷണൽ ആക്സസും കൂടി നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പ് എൻറോൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ ലേൺവൈസ് അൺലോക്ക് ചെയ്യുന്നതിലൂടെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി അവൈലബിൾ ആണ്. ആൻഡ് കംപ്ലീറ്റ് PYQA ബുക്ക്ലെറ്റ് വിത്ത് ഡീറ്റെയിൽഡ് ആൻസർ ബ്ലൂ പ്രിന്റ്സ് ഫോർ എവറി ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടാവും. ആൻഡ് ലേറ്റസ്റ്റ് സെഷനിലെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സും കൂടി എക്സ്ട്രാ കിട്ടും. ആൻഡ് ആൻസർ പ്രസന്റേഷനും സ്കോറിങ്ങിനും സ്ട്രക്ചേർഡ് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. എക്സാമിന് മുന്നായിട്ടുള്ള നിങ്ങളുടെ എന്ത് ഡൗട്ട്സും മെന്റേഴ്സിന്റെ സപ്പോർട്ട് വഴി ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഓൾസോ ലേൺവൈസ് അഡ്വാൻസ്ഡ് ലേണിംഗ് എക്കോസിസ്റ്റം വഴിയുള്ള ആക്സസും കൂടി നിങ്ങൾക്ക് കിട്ടും. സോ ലേൺവൈസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ഓർ വാട്സ്ആപ്പ് ചെയ്യുക. നിങ്ങളുടെ എൻ്റെ ജേർണിക്ക് ലേൺവൈസ് കൂടി ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ TE. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.